അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നു. എങ്ങനെയുണ്ടായിരുന്നു അയോധ്യയിലെ ആ ഒരു യാത്രയും അനുഭവങ്ങളൊക്കെ? സംഘർഷ ഭൂമിയായി നിൽക്കുന്ന ഒരു അയോധ്യയാണല്ലോ. എങ്ങനെയാ, പണികളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഈ അയോധ്യയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു രാമഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അനുഭവങ്ങൾ നൽകുന്ന, പ്രത്യേക അനുഭൂതി നൽകുന്ന ഒരു യാത്രയാണ്. ഞാൻ അയോധ്യയിൽ കാശിയിൽ നിന്ന് അയോധ്യയിലേക്ക് ട്രെയിനിലാണ് പോയത്. കാശിയിൽ നിന്ന് അയോധ്യയിലേക്ക് ട്രെയിനിൽ പോകുന്നു. അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അയോധ്യയിലെ ഒരു സ്ഥലത്ത് റൂം എടുത്ത് ഫ്രഷായി വളരെ സൗഹാർദ്ദപരമായിട്ട് പെരുമാറുന്ന ഒരു ആളുകളൊക്കെ ഞാൻ അവിടെ കണ്ടത്. ഹോട്ടൽസ് ആണെങ്കിലും വലിയ റേറ്റ് ഒന്നുമില്ല, 1000 രൂപ 800 രൂപയൊക്കെ ഉള്ളൂ ഹോട്ടൽ റൂം എടുക്കാൻ 24 മണിക്കൂർ. നല്ല വൃത്തിയുള്ള ചൂടുവെള്ളമൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ തണുപ്പാണല്ലോ. ഞാൻ പോകുന്ന സമയത്ത് രാത്രിയിൽ എനിക്കൊന്ന് 9 ഡിഗ്രി 8 ഡിഗ്രിയൊക്കെ തണുപ്പ്. അപ്പോൾ നല്ല സൗഹാർദ്ദപരമായിട്ട് ആളുകളോട് പെരുമാറുന്ന ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അവിടുന്ന് റൂം എടുത്ത് ഫ്രഷായി അതിനുശേഷം ഞാൻ അയോധ്യയിലേക്ക്, രാമൻ്റെ ഭൂമിയിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ 800 മീറ്റർ ഉണ്ട് ഈ പറയുന്ന അയോധ്യൻ്റെ കവാടത്തിലേക്ക്. അങ്ങനെ ഞാൻ നടന്നാണ് പോയത്. വണ്ടിയൊന്നും വിളിച്ചില്ല, നടന്നു പോകാം. ഇങ്ങനെയാണ് ഈ രസമുള്ള ഈ സ്ഥലമൊക്കെ കണ്ടിട്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് ഈ അയോധ്യേൻ്റെ ഈ കർസേവയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ടിട്ടുള്ളതാണ്. അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളതും, അന്നത്തെ ആ വലിയ സംഘർഷം നടന്നിരുന്ന ആ സ്ഥാനത്തെക്കുറിച്ചൊക്കെ മനസ്സിലാലോചിച്ച് ആ പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്ന, അല്ലെങ്കിൽ അന്ന് വെടിവെപ്പും കാര്യങ്ങളും, അല്ലെങ്കിൽ അന്ന് ഇതൊക്കെ നടന്നിരുന്ന ആ സ്ഥലമാണല്ലോ. ആ സ്ഥലത്തെ കൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതൊക്കെയാണ്, എൻ്റെ മനസ്സിൽ അതൊക്കെയാണ് ഓടി വന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയുള്ള മറ്റൊരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ച് അയോധ്യയുടെ വൃത്തി എന്ന് പറയുകയാണെങ്കിൽ അത് എടുത്തു പറയേണ്ട വൃത്തിയാണ്. വളരെ വൃത്തിയായിട്ടുള്ള സ്ഥലം, എപ്പോഴും ക്ലീനിങ് ആയിട്ടുള്ള സ്റ്റാഫുകൾ അവിടെയുണ്ട്. ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ മെഷീനറികൾ ഉപയോഗിച്ച് റോഡിൻ്റെ വശങ്ങൾ ക്ലീൻ ചെയ്യുന്നു. മാത്രമല്ല, അവിടെ റോഡിൻ്റെ പണികളും പല സ്ഥലത്തും പണികൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. റോഡിൻ്റെയും ഈ പറയുന്ന നമ്മുടെ നടപ്പാതേൻ്റെയും ഇതിൻ്റെയൊക്കെ പണികൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അവിടെ കൂടുതലായിട്ടും എനിക്ക് കാണാൻ സാധിച്ചത് ഈ ഇലക്ട്രിക് വാഹനങ്ങളാണ് കൂടുതലായിട്ട് കാണാൻ സാധിച്ചത്. അവിടുത്തെ ഈ റിക്ഷകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ അയോധ്യയുടെ മുന്നിലെത്തി. ആ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ ഏകദേശം ഒരു 400 മീറ്റർ അപ്പുറത്താണ് ഇതിൻ്റെ ഒരു വലിയ കവാടം വരുന്നത്. ആ കവാടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു ഫീലുണ്ട്. രാമനുള്ളിലുണ്ട്. രാമനെ കാണാൻ ഇത്ര ദൂരത്ത് നിന്ന് നമ്മൾ എത്തുന്നു. ആ രാമനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ട് രാമന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ ക്യൂവിലേക്ക് കയറാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു 6 മണി സമയത്താണ് വൈകിട്ട് 11-ാം തീയതി വൈകിട്ട് ഒരു 6 മണി സമയത്താണ് അയോധ്യയിൽ ആ സ്ഥലത്ത് എത്തുന്നത്. അങ്ങനെ എത്തി ഞാൻ ഉള്ളിലേക്ക് കയറി. ക്യൂ എന്ന് വെച്ചാൽ വളരെ മനോഹരമായ ക്യൂ ആണ്. ഈ ആളുകൾ അലമ്പാക്കി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ക്യൂ ഇല്ല. നമ്മുടെ ശബരിമലയിലൊക്കെ ക്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ക്യൂ. മാത്രമല്ല, ഞാൻ ശബരിമലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഒരു പ്രത്യേകത കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശബരിമലയിലൊക്കെ നമുക്ക് ചുറ്റും ഈ കമ്പികളിനുള്ള ബാരിക്കേഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ ലൈൻ നിർത്താനുള്ള കമ്പികൾ വെച്ചിട്ടൊരു സാധനം അല്ലേ നമ്മളുള്ളത്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. സിനിമാ തിയേറ്ററിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ അയോധ്യയിലെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ഈ കമ്പികൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഈ കമ്പികളുടെ സൈഡിലായിട്ട് ഇരിപ്പിടം പോലെ ഒരു സാധനം കൂടെ ഒരുക്കിയിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതായത് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ക്യൂ നിന്ന് വിഷമിക്കാതെ ആ ക്യൂവിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം. നിലത്ത് ചമ്രമടഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, ക്യൂവിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ആ ഒരു ഇനിയിപ്പം വരുന്ന കാലത്ത് ശബരിമലയിലൊക്കെ വേണമെങ്കിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ക്യൂവിൽ നിന്ന് പുറത്തിറങ്ങി നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല, ക്യൂവിൽ തന്നെ നിലത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ ഇരിക്കാൻ പറ്റും. അങ്ങനെ അയോധ്യയിലേക്ക് ഓരോ സ്ഥലത്തൂടെ പോയി. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് നമ്മുടെ ബോഡി ചെക്കിംഗ് ആണ് ആദ്യം കഴിയുന്നത്. ബോഡി ചെക്കിങ് ആദ്യം ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ലോക്കറുകളിലേക്കുള്ള ഒരു സൗകര്യമാണ്, ആക്സസ് ആണ് കിട്ടുന്നത് ലോക്കറുകളിലേക്ക്. നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് 100 ആയിരക്കണക്കിന് ലോക്കറുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അതിനൊക്കെ ഓരോ നമ്പറുകളുണ്ട്. 6ൻ്റെ തന്നെ ഇപ്പം ABCD എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഇത്രയും നമ്പറുകൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ലോക്കറിനകത്തേക്ക് നമുക്ക് ചപ്പൽസ് എടുത്ത് വെക്കാം. ചപ്പൽസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കീയും അതിൻ്റെ ഒരു ടാഗും നമുക്ക് തരും. അത് നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് ചിരിപ്പിട്ടിട്ട് കയറാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നമ്മുടെ സൈഡ് ബാഗ്, മൊബൈൽ ഫോണ്, ഇത്തരം സാധനങ്ങളൊന്നും അമ്പലത്തിലേക്ക് അലൗഡല്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങളോ മറ്റ് സാധനങ്ങളോ ഇതൊന്നും നമ്മുടെ കയ്യിലാവില്ല. ആ കൂടി അലൗഡ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സ്, നമ്മുടെ വാലറ്റിനകത്ത് പൈസ, ഇതല്ലാണ്ട് മറ്റൊരു സാധനം അലൗഡല്ല.
അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ടായിരുന്നു, കുഞ്ഞ് ക്യാമറ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ സാധനങ്ങളെല്ലാം നമ്മൾ മറ്റൊരു ലോക്കറിൻ്റെ അകത്ത് പോയിട്ട് ഈ ലോക്കറിലേക്ക് ഇത് വെക്കുന്നു. അവിടെ നിന്ന് കീ കിട്ടി. ഈ 2 കീയും സുരക്ഷിതമായി തിരിച്ച് കൊടുത്തേക്ക് മാത്രമേ സാധനം കിട്ടുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത ക്യൂവിലേക്ക് കയറി. ആ ക്യൂവിലെല്ലാം എന്ന് വെച്ചാൽ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. ആ ക്യൂവിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മളെ സ്കാനറിനകത്തൂടെ കടത്തി വിട്ട് അതിനുശേഷം പിന്നെ ബോഡി പരിശോധനയുണ്ട്. നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലത്തെ ബോഡി പരിശോധനയുണ്ട്. CRPFൻ്റെയോ CSFൻ്റെയോ ഉദ്യോഗസ്ഥരാണെന്ന് തോന്നുന്നു, എനിക്ക് ഏത് ഉദ്യോഗസ്ഥരാണെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ ഉദ്യോഗസ്ഥരുണ്ട്, അവർ പരിശോധന നടത്തുന്നുണ്ട്. അവർ പരിശോധന നടത്തിയതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ്. അത് വീണ്ടും ഒരു ക്യൂവിലേക്ക് നമ്മൾ അടുത്ത ക്യൂവിലേക്ക് പോവുകയാണ്. ക്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. നമ്മൾ ഈ എന്താ അതിന് പറയുക, നമ്മുടെ റോഡിലൊക്കെ നമ്മുടെ ഇത് എന്താ പറയുക, ടോൾ പോസ്റ്റുകളുണ്ടാവും, അതേപോലെയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പോയി അവിടെ നിന്ന് ഇരിക്കുക കഴിഞ്ഞ് വീണ്ടും ഇതിലേക്ക് തന്നെ വളരെ ശാന്തമായിട്ടുള്ള ക്യൂ. ആരും ഈ ക്യൂവിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇടിച്ച് കയറിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അടുത്ത് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ശബരിമലയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ആ 18-ാം പടി കയറുന്നതിന് മുമ്പായിട്ട് സ്വാമിയേത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. അതേപോലെ തന്നെ അവരെ രാമനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ വിളിക്കുന്ന വിളിയാണ് ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട്, രാമ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന വിളിയാണ്. നമ്മൾ മലയാളത്തിൽ വിളിക്കത്തിനും എങ്ങനെ വിളിക്കാം. അവരെ ഈ പലതരത്തിലുള്ള കീർത്തനങ്ങളും കാര്യങ്ങളും രാമനെക്കുറിച്ചുള്ള സ്തുതികളും ഇതൊക്കെ പാടി അവിടത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആളുകൾ മൊത്തം ഇങ്ങനെ ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് വിളിച്ച് വേറെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പോവുകയാണ്. ആ ക്യൂ നമ്മൾ പോകുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ക്യൂവിൻ്റെ അകത്തേക്ക് നമ്മുടെ ഒരു ശക്തി ഉപയോഗിച്ച് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തല്ല. നമ്മളിങ്ങനെ രാമനെ അങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലിലേക്ക് നമ്മൾ അങ്ങനെ അങ്ങ് പോവുകയാണ്. അങ്ങനെ പോയി നമ്മൾ രാമൻ്റെ ആ കാണുന്ന ആ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് രാമൻ നടന്നു വന്ന് ആ കൊട്ടാരത്തിൽ രാമൻ ഇരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങ് പോവുകയാണ്. ആ സ്റ്റെപ്പുകൾ കയറി നമ്മൾ ചിത്രത്തിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഒക്കെ കണ്ടിട്ടുള്ള ആ പറയുന്ന ആ പടികൾ ചവിട്ടി കയറി നമ്മൾ ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് അവിടെ നമ്മൾ കണ്ട ശബരിമലയിലേക്ക് അപേക്ഷിച്ച് നമ്മളവിടെ കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ രാമവിഗ്രഹം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടുത്തെ വിഷ്വൽസ് TV-യിൽ എപ്പോഴും അവിടെ കിട്ടും. അതിൻ്റെ ലൈവ് വിഷ്വൽസ് കിട്ടും, ലൈവ് ടെലികാസ്റ്റിങ്. ഈ പുറത്തെല്ലാ സ്ഥലത്തും കിട്ടില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ പല സ്ഥലത്തായിട്ട് ഇത്തരത്തിൽ പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് TV. അതിനകത്ത് നമുക്ക് ഉള്ളിൽ നടക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് ഈ രാമൻ്റെ ഈ അയോധ്യയിലേക്ക് ഉള്ളിലേക്ക് കയറുന്ന ഘട്ടത്തിൽ തന്നെ പടികൾ കയറുമ്പോൾ തന്നെ അവിടെ മുകളിൽ TV-ൻ്റെ അകത്ത് നമുക്ക് കാണാം രാമനെ ഉള്ളിൽ. ആ രാമനെ നമുക്ക് കാണാം. അവിടെ നിന്ന് കണ്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു മിന്നായം പോലെ ഈ ദൂരെ നിൽക്കുന്ന സമയത്ത് ആളുകൾക്ക് പൊക്കമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഒത്തി വിളിഞ്ഞ് നോക്കത്തന്നെ രാമനെ അങ്ങനെ കാണാം. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തുന്ന രാമനിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മൾ വർഷങ്ങളായിട്ട് രാമനെ കാണാനിരിക്കുന്ന ആഗ്രഹം, അത്തരം ആഗ്രഹമുള്ളവർക്കേ അതൊരു ഫീലായിട്ട് തോന്നത്തുള്ളൂ. സാധാരണ ഇപ്പം ഒരു ട്രാവലിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് ടച്ച് ചെയ്ത് പോകാം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ രാമനോട് പ്രത്യേകിച്ച് ഭക്തിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് അത്ര ഫീൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാമനെ കാണണം എന്ന് പറഞ്ഞ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിയായ ആഗ്രഹം രാമൻ്റെ അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ രാമനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. അവിടെ ചെന്ന് ആ സ്ട്രെയിറ്റ് ആയിട്ട് ലൈനിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രാമൻ്റെ തൊട്ട് മുന്നിലായിട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ അല്ലാത്ത ഒരു വിഗ്രഹം എന്ന രീതിയിൽ ചെറിയൊരു വിഗ്രഹമല്ല, ഇത് വലിയൊരു വിഗ്രഹം. അതിന് പിന്നിൽ ഒരുപാട് പണ്ഡിതർ അവിടെ പൂജകൾ നടത്തുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 1-2 സെക്കൻഡ് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു നേരിട്ട് രാമൻ്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടി. 2 സെക്കൻഡ് കിട്ടിയിട്ടുണ്ടോ സംശയമാണ്. അത്രയും നിൽക്കുന്ന സമയത്ത് നമ്മളെ ക്യൂ കയറുന്നു. ഞാൻ അന്നേരം ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശബരിമലയിലെ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ പിടിച്ച് നമ്മളെ വലിച്ചങ്ങ് ഇടുകയില്ല. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു വലിച്ചിടുന്ന ഒരു ഫീല് എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ ആരുമില്ല. നമ്മൾ ഒരു സെക്കൻഡ് അവിടെ നിൽക്കാനും നമ്മളോട് വരൂ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലായി രാമനെ കണ്ടു ഒരു നിമിഷമെങ്കിലും എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ മുന്നിൽ നിന്ന് പോവുകയാണ്. വിഗ്രഹത്തെ പറ്റി നല്ല തേജസ്സുള്ള ഒരു വിഗ്രഹം, ഒരു രക്ഷയില്ല. എനിക്കെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡൊക്കെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് മനസ്സിൽ വെച്ച പോലെ ഇപ്പോഴും കൃത്യമായിട്ട് ആ വിഗ്രഹത്തിൻ്റെ രൂപം നമ്മുടെ മനസ്സിലുണ്ട്. രാമൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സംഭവമായിട്ട് തോന്നാൻ സാധ്യതയില്ല. ആ ഒരു രാമൻ്റെ ഐതിഹ്യവും കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചവർക്കോ അല്ലെങ്കിൽ അയോധ്യ എന്താണെന്നും അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ ആവശ്യകത എന്താണെന്നും രാമൻ്റെ ജന്മഭൂമിയെക്കുറിച്ചൊക്കെ പഠിച്ചവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് വലിയ അറിവുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തർക്കഭൂമിയായിരുന്നു എപ്പോഴും. ആ തർക്കഭൂമിയിൽ അയോധ്യ നിർമ്മിച്ചു, കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് അയോധ്യ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ആളുകളാണ് കേരളത്തിലുള്ളത്. സൗത്ത് ഇന്ത്യയിലെ മാത്രമല്ല.
പക്ഷേ ഈ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക, വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം അവിടെ രാമൻ ഇരുന്നത് എന്ന് പറയുന്നത്, ടാർപ്പശിറ്റിനടിയിലിരുന്ന രാമൻ, അതെ, ഒരു ടാർപോളിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഒരു കുടിലിരുന്ന രാമൻ അങ്ങനെ ഒരു കുടിലിരിക്കുന്ന സമയത്ത് ഒരു സുഖത്തോടു കൂടി കിടന്നുറങ്ങാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു പണ്ഡിത സമൂഹം, ഒരു വിശ്വാസി സമൂഹം, ഒരു ഹിന്ദു സമൂഹം, അല്ലെങ്കിൽ രാമഭക്തർ, രാമൻ്റെ ആളുകൾ, രാമൻ്റെ വിശ്വാസികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും. അത്രത്തോളം അവർ രാമനെ സ്നേഹിച്ചിരുന്നു. രാമൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരും അത്തരത്തിലുള്ള ഹിന്ദു വിശ്വാസികളും ഉണ്ടായിരുന്നതാണ്. അവിടെയാണ് അവരെ സംബന്ധിച്ചിടത്തോളമാണ് രാമൻ ആ കുടിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോയ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം രാമനെ കൊട്ടാരത്തിലെത്തി, ഇനി ഞങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം ആ നോർത്ത് ഇന്ത്യയിൽ ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് രാമൻ്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ ഈ ക്യൂ നിന്ന ഘട്ടങ്ങളൊന്നും ഒരു മലയാളിയെ പോലും അവിടെ കണ്ടിട്ടില്ല. കൂടുതലും നോർത്ത് ഇന്ത്യക്കാരെ തന്നെയായിരുന്നു കണ്ടിരുന്നത്. ആ നോർത്ത് ഇന്ത്യക്കാരൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു രാമൻ്റെ മുന്നിലേക്ക് എത്തത്തിന്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന അയ്യപ്പൻ്റെ വിഗ്രഹം കാണുന്ന സമയത്ത് വിളിക്കുന്നത് പോലെ ജയ് ശ്രീറാം എന്ന ഉള്ളിൽ നിന്ന് ആ മനസ്സൊരുക്കി വിളിക്കുന്ന ഒരു ഫീല് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. വെറുതെ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന ഒരു സാധനമല്ല. രാമൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള, നൂറ്റാണ്ടുകളായിട്ടുള്ള അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ഏറ്റവും പൂർണ്ണത അവിടെ എത്തുന്നു എന്ന രീതിയിലുള്ള ഒരു ഫീലാണ് അവിടെ കണ്ടത്. ഞാൻ അങ്ങനെ അവിടെ നിന്ന് രാമനെ കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് കുറച്ച് നേരം അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്, അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഒന്ന്, അവിടെ പല സ്ഥലത്തും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാമൻ്റെ അയോധ്യയുടെ മുറ്റത്ത് തന്നെയാണെങ്കിലും പല സ്ഥലത്തും ഈ ടൈല് പാകുന്നതോ അല്ലെങ്കിൽ മാർബിൾ വിരിക്കുകയാണ്. മാർബിളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, മാർബിൾ വിരിക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും നമുക്ക് പ്രത്യേകമായിട്ട് കെട്ടിത്തിരിച്ചിട്ടുണ്ട് അതിലൂടെ നടന്നു പോകാനുള്ള വഴികളൊക്കെ. അല്ലാത്ത സ്ഥലത്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അയോധ്യ ക്ഷേത്രത്തിൻ്റെ ആണെങ്കിലും ക്ഷേത്രത്തിൻ്റെ 2ാം നിലയുടെ നിർമ്മാണം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 3ാം നിലയും ഉണ്ടല്ലോ. അപ്പം ആ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് ഈ നിർമ്മാണ പ്രവർത്തികൾ ഒന്നും തന്നെ നമ്മളെ അവിടെ എത്തുന്ന തീർത്ഥാടകരെ ബാധിക്കുന്നില്ല. അത് ആ രീതിയിലാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഇരിക്കും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണല്ലോ, അത് നമ്മളവിടെ ചെല്ലുമ്പോൾ ഡിസ്റ്റർബൻസ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ശരിക്കും ദർശനം നടത്താൻ കഴിയുമോ എന്ന് പലരും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ അയോധ്യയിൽ പോകുമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവിടെ നിർമ്മാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ. പക്ഷേ എനിക്ക് അവിടെ ചെന്നത് അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല. അവിടെ നിർമ്മാണം ഒരു സൈഡിൽ നടക്കുന്നു, നമ്മളെ ബാധിക്കുന്നില്ല. അതിനുള്ള ഒരു കൃത്യമായ ഒരു മികവ് അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു കൃത്യതയാർന്ന ഒരു സംഘാടനം അതിൻ്റെ പിന്നിൽ അവിടെയുണ്ട്, ഏകോപനം അതിൻ്റെ പിന്നിലുണ്ട്. സുരക്ഷാ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ CCTV മറ്റ് സാധനങ്ങളോ അല്ലെങ്കിൽ റോബോട്ടിക് സംവിധാനങ്ങളോ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത്യാധുനികമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു പൊടി പോലും നമ്മുടെ മേത്തേക്ക് പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങളില്ല. അവിടെ അതിൻ്റെ രീതിയിൽ ഒരു പണി അവിടെ നടക്കുന്നു, നമ്മൾ ഈ സൈഡിലൂടെ പോകുന്നു. അങ്ങനെ നമ്മൾ അയോധ്യയിൽ നിന്ന് രാമനെ കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്യൂ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടും. ഒരു മധുരമുള്ള ജീരകവും ഏലക്കയും ഇതൊക്കെ ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഷുഗർ ബോൾ പോലത്തെ ഒരു സാധനം. അതങ്ങനത്തെ ഒരു 2 പാക്കറ്റ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ നിൽക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നത്, എനിക്കൊന്നും കൂടെ തരുമോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം തന്നിട്ടില്ല. പക്ഷേ എനിക്ക് ആ 2 കിട്ടിയതിനകത്ത് ഞാൻ കഴിച്ചു നോക്കത്തണം എനിക്ക് അതിൻ്റെ അകത്ത് വല്ലാത്തൊരു ഫീൽ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു മധുരമുണ്ട്, ഏലക്കൻ്റെ ടേസ്റ്റാണ്, പിന്നെ ജീരകത്തിൻ്റെയാണ്, അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ഷുഗർ ബോൾ പോലത്തെ ഒരു സാധനം. അങ്ങനത്തെ ഒരു 10-50 ബോളുകൾ അടങ്ങിയ ചെറിയൊരു പാക്കറ്റ്, ഇത്ര ഉള്ളൊരു ചെറിയ പാക്കറ്റ്, ആ പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതും കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ അവിടുന്ന് ഈ സെക്യൂരിറ്റി ചെക്കിൻ്റെ സൈഡിലായിട്ട് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്നതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് നേരം നിന്നിട്ട് ലോങ്ങിൽ നിന്ന് ഈ അയോധ്യൻ്റെ ഏകദേശം ഒരു 25 മീറ്റർ അകലെ, അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ അയോധ്യയിലേക്ക് നോക്കി. അപ്പം നല്ല, പ്രത്യേകിച്ച് 1ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നല്ല ദീപാലങ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ദീപാലങ്കാരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് രാമനെ ധ്യാനിച്ച് അല്ലെങ്കിൽ രാമനെ പ്രാർത്ഥിച്ച് അവിടെ നോക്കി നിന്ന സമയത്ത് അതൊരു വല്ലാത്ത ഫീലാണ്. നമ്മുടെ തൊട്ട് മുന്നിലാണ് അയോധ്യ, രാമൻ അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. നമ്മൾ പ്രാണപ്രതിഷ്ഠേൻ്റെ ഈ സമയത്തൊക്കെ രാമനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കേരളത്തിലെ വിശ്വാസി സമൂഹം അത്രത്തോളം രാമഭക്തരാഗ്രഹിച്ചിരുന്നു. മറ്റുള്ളവരുടെ കാര്യം അറിയത്തില്ല, രാമഭക്തർ അത്രത്തോളം ആഗ്രഹിച്ചു. ആ സ്ഥലത്ത് ഞാനിപ്പോൾ തൊഴുത്ത് പുറത്തിറങ്ങി നിൽക്കുകയാണ് രാമനെ കാണാൻ വേണ്ടി പോയില്ല. അങ്ങനെ നിന്ന് അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ അവിടുത്തെ ഈ പറയുന്ന
തെരുവുകളുണ്ട്. അവിടുത്തെ തെരുവുകളൊക്കെ നല്ല വൃത്തിയാണ്, വളരെ വൃത്തിയുള്ളതാണ്. ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഈ അയോധ്യയിലെ അമ്പലങ്ങളിൽ കച്ചവടക്കാരുണ്ടല്ലോ? അമ്പലത്തിന്റെ പുറത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇഷ്ടംപോലെ. അയോധ്യയിലെ രാമന്റെ കുഞ്ഞു വിഗ്രഹം പോലെ, അതായത് നമുക്കൊരു പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്ന 10 രൂപേൻ്റെ ചെറിയ ഇതുപോലത്തെ എന്താ പറയുക ഫോട്ടോ ഇല്ലേ, അതേപോലത്തെ മുതൽ രാമന്റെ വലിയ വിഗ്രഹങ്ങൾ പോലെ വിൽക്കുന്ന ആളുകളുണ്ട്. പിന്നെ പലതരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ, രാമന്റെ എന്താ പറയുക കൃതികളും ഇതൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ, കാര്യങ്ങൾ, ഡ്രസ്സുകൾ, രാമന്റെ ചിത്രങ്ങൾ പതിച്ചിട്ടുള്ള ഡ്രസ്സുകൾ, അങ്ങനത്തെ പല സാധനങ്ങളും. അത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ള പോലെ നമുക്ക് വാങ്ങാം. പിന്നെ അവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹിന്ദി അറിയെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വലിയൊരു റേറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് രാമന്റെ ഒരു വിഗ്രഹം വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 200 രൂപേൻ്റെ ഒരു വിഗ്രഹം, ഒരു ഏകദേശം ഇത്രയും പൊക്കമുള്ള ഒരു വിഗ്രഹം കിട്ടിയത്, മെറ്റൽ കൊണ്ടുള്ള ഒരു 200 രൂപ അവർ മേടിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ 3 മേടിക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചാൽ അവർ 500 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒരു വലിയ ഇതായിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അതിന് അത്രയും മുടക്ക് മുതലുണ്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്കത് കേരള മാർക്കറ്റിലൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹമാണെങ്കിലും മറ്റൊന്നൊക്കെ അത്രയും വാങ്ങുന്ന സമയത്ത് ഏകദേശം അത്രയൊക്കെ റേറ്റ് 150-200 രൂപയൊക്കെ വരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു കഴുത്തറപ്പൻ പൈസ പിരിവ് എന്ന രീതിയിലൊന്നും എനിക്ക് അവിടെ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ അവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ചത്, എനിക്ക് ഭാഷയുടെ പ്രശ്നം, ഹിന്ദി അത്ര നല്ലതായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് യൂബറാണ് കൂടുതൽ ഉപയോഗിച്ചത്. ഓട്ടോ ഒക്കെ വിളിക്കുന്നതിന് പകരമായിട്ട് ഊബറാണ് കൂടുതൽ. ഊബറാകത്തിന് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് വരുന്ന പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡേറ്റ് ആകുന്നതുകൊണ്ട് അങ്ങനത്തെ വേറെ തർക്കങ്ങളോ കാര്യങ്ങളോ ആരോടും ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. ഊബറാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ വളരെ മനോഹരമായിരുന്നു അയോധ്യ യാത്ര. അയോധ്യയിലെ 1-ാം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുന്നതിൻ്റെ അതിൻ്റെ ഇടയിൽ തന്നെ രാമനെ പോയി കാണാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളതൊരു ജന്മസുഹൃതമായിട്ടാണ് കണക്കാക്കുന്നത്.